എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കാറ്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമുക്ക് നമ്മളുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എമർജൻസി ഫണ്ട് എന്നാണ് ഇതിന് പറയുക. അതായത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന രീതിയിലായിരിക്കണം അത് സൂക്ഷിക്കേണ്ടത്. ക്യാഷായിട്ട് സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ ബാങ്കിലോ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എപ്പോഴും ലിക്വിഡ് ഫോമിലേക്ക് അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയണം വളരെ വേഗത്തിൽ. എന്തിനാണ് ഇത്തരത്തിലുള്ള ഫണ്ട് എന്ന് ചോദിച്ചാൽ, ഉദാഹരണമായിട്ട് എന്തെങ്കിലും എമർജൻസീസ് വരികയാണ്, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ജോലി നഷ്ടപ്പെടുകയോ തൊഴിൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അസുഖബാധിതനായിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് നമുക്ക് കുറച്ച് കാലത്തേക്ക് വിശ്രമിക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എമർജൻസി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അറ്റ്ലീസ്റ്റ് 6 മാസത്തേക്കെങ്കിലും ഉള്ള ഫണ്ട് നമ്മളുടെ കയ്യിൽ വേണം. 6 മാസം നമ്മൾ എങ്ങനെയാണ് ആ ഫണ്ടിനെ കൃത്യമായിട്ട് കണക്ക് കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് നിലവിൽ കിട്ടുന്ന സാലറിയുടെ 6 മടങ്ങ്, അതായത് 20,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 6 × 20 1,20,000 രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എമർജൻസി ഫണ്ടായിട്ട് കരുതേണ്ടതാണ്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെക്കാൾ കൂടുതൽ ഇത് പ്രാവർത്തികമാക്കേണ്ടത് 40 വയസ്സും 50 വയസ്സും കഴിഞ്ഞവരാണ്. വീടും കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് 6 മാസം എന്നുള്ളത് അവരുടെ നിലവിലെ സാലറിയുടെ 1 വർഷത്തേക്ക് വരെയുള്ള ഫണ്ടെങ്കിലും കരുതാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അത് കടക്കണിയിലേക്കും മറ്റുമൊക്കെ നമ്മളെ തള്ളിവിടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, എമർജൻസി വരുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് കടം തരാനും തയ്യാറായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടായിക്കൊള്ളണം എന്നുമില്ല. സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ മാനസിക നിലയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് ഒരു ഫണ്ട് നമ്മൾ നീക്കി വെക്കേണ്ടതാണ്, കണ്ടുവെക്കേണ്ടതാണ്.